ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങൾ പോണത് എങ്ങോട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുതുവൈപ്പിൻ ബീച്ചുണ്ട്, അവിടെയാണ് പോണത്. അപ്പം നമുക്ക് ആദ്യം ലൈറ്റ് ഹൗസിലോട്ടാണ് പോകാനുള്ളത്. അവിടെ ഞങ്ങളെത്തി. അവിടെ നേരെ കയറാനുള്ള ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങളതേ അകത്തോട്ട് പോവുകയാണ്. അങ്ങോട്ട് കയറാൻ നേരത്തെ ഞങ്ങൾ വിചാരിച്ച് സ്റ്റെപ്പിൽ കൂടി പോവാം. എപ്പോഴും ലിഫ്റ്റ് നമ്മളെപ്പോഴും യൂസ് ചെയ്യണതല്ലേ, അപ്പോൾ അതുകൊണ്ട് സ്റ്റെപ്പ് കയറാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ കയറി തുടങ്ങി. കുറച്ച് നടന്നെത്തിയപ്പോഴാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് അങ്ങോട്ട് മനസ്സിലായത്. കാരണം ഞാൻ വിചാരിച്ച പോലെ അത്ര എളുപ്പമായിട്ട് എനിക്കത് അങ്ങോട്ട് തോന്നിയില്ല. ആദ്യമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ കൈയും കാലൊക്കെ അങ്ങോട്ട് തളർന്നു പോണ പോലെ എനിക്ക് അങ്ങോട്ട് തോന്നി തുടങ്ങിയായിരുന്നു. അപ്പോൾ ബബിനും പിള്ളേരൊക്കെ ആണെങ്കിൽ ഓടണുണ്ടായിരുന്നു ആദ്യം കുറച്ചൊക്കെ കഴിയണവരെ. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവർക്കും ക്ഷീണിച്ചു തുടങ്ങി. കാരണം എന്തോരെന്ന് വെച്ചാൽ കയറും. പിന്നെ ഞങ്ങൾക്ക് പകുതി എത്തിയപ്പോഴാണ് തോന്നിയത് കയറാൻ പറ്റുള്ള ഇത് ഭയങ്കര പണിയാണ്. ഒരു പകുതിയോളം കയറിയപ്പോൾ തന്നെ ഞാൻ അവശതയായി. ഇത് കണ്ട, ഇത് ഇവിടെ നിന്ന് ലൈറ്റ് ഹൗസിൽ നിന്ന് കാണുന്നത് ആ ബീച്ചാണ്. നല്ല അടിപൊളി വ്യൂ ആണ് അവിടെ നിന്ന് കാണാനായിട്ടൊക്കെ. ഒരുപാട് നേരം ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ഓരോ സ്ഥലത്തും നിന്ന് പുറത്തോട്ടുള്ള വ്യൂ ഒക്കെ കണ്ടാണ് മുകളിലോട്ട് കയറിയത്. പക്ഷേ എന്നിട്ടും സ്റ്റെപ്പ് എത്തണുണ്ടായിരുന്നില്ല. എന്തോരം കയറിയിട്ടും എത്താണ്ട് നമ്മൾ ഒരു കണക്കിനാണ് മുകളിലെത്തിയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ വിചാരിച്ച് ആദ്യമേ മര്യാദക്ക് ലിഫ്റ്റ് കയറിയാൽ മതിയായിരുന്നു. അങ്ങനെ ഞാൻ ദൂരയിൽ ആ ഡോറ് കണ്ട്, എൻ്റെ പൊന്നെ, ഇതുപോലൊരു സ്റ്റെപ്പ് കേട്ട എനിക്ക് പറ്റൂല. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലെത്തിയപ്പോഴത്തേനും ആ വ്യൂ കണ്ടപ്പോൾ തന്നെ നമ്മുടെ ആ കാലുവേദനയൊക്കെ അങ്ങോട്ട് പോയി. നല്ല എന്താ പറയുക, ഭയങ്കര നല്ല തണുപ്പും കാറ്റും ആ കാഴ്ചയുമൊക്കെ കൂടി അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങളവിടെ കുറേ നേരം ഇരുന്ന്, കാരണം അത്രയും കാല് കഴച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഞങ്ങൾ ഇരിക്കാമെന്ന് തീരുമാനിച്ചു. ഒരാൾ മാത്രം അവിടെ നിൽപ്പുണ്ട്, കാരണം ഞാനും പുള്ളിയായിട്ട് ചെറിയൊരു ഉടക്കുണ്ടായിരുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. അപ്പോൾ അത് കാരണം പുള്ളി എൻ്റെ കൂടെ ഇരിക്കാൻ നിന്നില്ല, അവിടെ നിൽക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ മൂന്നുപേരും കൂടി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കണമായിരുന്നു. പിള്ളേരപ്പം അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ കോപ്രായങ്ങൾ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുണ്ട്. അവർ ഈ ക്യാമറയൊക്കെ കണ്ട് ഫേസ് ചെയ്ത് വരണതുകൊണ്ട് അവരും ഇപ്പോൾ കുറച്ച് ആക്റ്റീവായി തുടങ്ങുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഞങ്ങൾ പണ്ട് ഇങ്ങനെ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞങ്ങളുടെ പേരൊന്നും കാണാനില്ല, കാരണം അവർ വീണ്ടും പെയിൻ്റൊക്കെ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അതൊക്കെ കളഞ്ഞിട്ടുണ്ടാവാം. ഇപ്പോൾ പുതിയ പേരുകൾ ഇതൊക്കെ. ഇന്നിപ്പോൾ ഞങ്ങൾ വന്നേക്കണത് നമ്മുടെ വൈപ്പിൻ്റെ ബീച്ചിൽ വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ലൈറ്റ് ഹൗസും കൂടി കാണാമെന്ന് വിചാരിച്ച് ഇവിടെ കയറി. മുകളിലോട്ട് കയറാനായിട്ട് കുറച്ച് പണി വെട്ട്, എന്നാലും ഇവിടുത്തെ വ്യൂ അടിപൊളിയാണ്. പണ്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. പണ്ടെന്ന് വെച്ചാൽ ഏകദേശം ഒരു 9 വർഷമൊക്കെ മുന്നേ എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ, ഞങ്ങളുടെ ഇവിടെ ഒരു കസിൻ്റെ വീടുണ്ട്, അപ്പോൾ അവിടെ വന്നപ്പോൾ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ 9 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാനിവിടെ ഇപ്പോൾ വന്നത്. ഇവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അവനെന്നെ താഴ്ത്തോവാന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ വന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, 9 വർഷം മുന്നെയാണ് ഇവിടെ ആദ്യമായിട്ട് വന്നത്. അവിടെ പെട്ടെന്ന് ആൾക്കാർ വന്നപ്പോൾ ഇരിക്കുന്നതാണ്. ഞാൻ ഫസ്റ്റായിട്ടാണ് ഇങ്ങനെ വ്ളോഗൊക്കെ എടുക്കണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചെറിയൊരു ചമ്മൽ, കാരണം ഞാൻ നൈസായിട്ട് അവിടെ നിന്ന് പോകുന്നതാണ്. ബാക്കി നമുക്ക് താഴെ എത്തിയിട്ട് പറയാം. അങ്ങനെ ഞങ്ങൾ താഴോട്ട് പോകാനായിട്ട് എന്തായാലും ലിഫ്റ്റ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇനി നടന്നിറങ്ങാനുള്ള ത്രാണി ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. നേരത്തെ ഞാൻ അത്ര അവശതയാണ് മുകളിലോട്ട് കയറിയത്. പണ്ടത്തെ പോലെയല്ല, ഇപ്പം കാലിനൊന്നും അത്ര ബലം കിട്ടുന്നില്ല ഓടാനും ചാടാനൊക്കെ. 2 കുഞ്ഞുങ്ങളൊക്കെ ആയില്ലേ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. അങ്ങനെ അവർക്ക് ഭയങ്കര സന്തോഷമായി, കാരണം അവർ ലിഫ്റ്റിലൊക്കെ പോണത് കുറവാണ്. അതുകൊണ്ട് അവർക്ക് ഹാപ്പിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അവിടെ തൊട്ട് ബാക്കിൽ തന്നെ ഒരു ബീച്ച് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, പുതുവൈപ്പ് ബീച്ച്, അങ്ങോട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോഴത്തേനും മഴക്കുള്ളൊരു സാധ്യത കാണുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കടൽ നല്ലോണം കയറിക്കിടക്കണേയായിരുന്നു. അധികം പേരൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല, കാരണം ഉച്ച സമയവുമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് തിരക്കില്ലാണ്ട് ഞങ്ങൾക്ക് അവിടെ ഇവിടെയൊക്കെ ഇരിക്കാനൊക്കെ പറ്റി. പക്ഷേ വെയിലിൻ്റെ ഒരു പ്രശ്നമായിരുന്നു ഉണ്ടായിരുന്നത്. മഴക്കോളുണ്ടെങ്കിലും വെയിലിടക്ക് വരും, വെയിൽ പോകും, മഴ വരും, അങ്ങനത്തെ ഒരു കാലാവസ്ഥയായിരുന്നു. അവരവിടെ എത്തിയപാടെ അവരുടെ കളിയായി, മണ്ണെടുത്ത് കുഴക്കലായി. അപ്പം ഞാൻ അവനെ വേഗം തന്നെ പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി വേറെ ഡ്രസ്സൊക്കെ ഇടിച്ച് അങ്ങനെ റെഡിയാക്കി. കാരണം അല്ലെങ്കിൽ അവൻ ഇപ്പം ഇട്ടേക്കുന്ന നല്ല ഡ്രസ്സൊക്കെ അവൻ മണ്ണൊക്കെ വാരി തേച്ച് എല്ലാം കുളമാക്കും.
അപ്പോൾ അതുകൊണ്ട് അവൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ വേഗം മാറ്റി കൊടുത്തു. അപ്പോൾ തൊട്ട് പിന്നാലെ ബബുണുവും വേഗം തന്നെ ഡ്രസ്സൊക്കെ മാറി. പിന്നെ അവരവിടെ നിന്ന് മണ്ണൊക്കെ കുഴിച്ച് എന്തോ വീടുണ്ടാക്കിയും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ പിന്നെ നോക്കിയപ്പോഴാണ് അവിടെ ഒരുപാട് പ്രാവുകളും അതൊക്കെ അവിടെ പറന്ന് നടക്കുന്നത് ഞാൻ കണ്ടത്. അപ്പോൾ പ്രാവിനെയും എല്ലാത്തിനെയും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി പോകുന്നുണ്ട്. കാരണം ഇവനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വെള്ളത്തിൽ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവൻ കഴിഞ്ഞ ദിവസവും ഞങ്ങൾ ഇതുപോലെ ബീച്ചിൽ പോയപ്പോൾ കയറാനുണ്ടായിരുന്നില്ല ബീച്ചിൽ നിന്ന്. അപ്പോൾ ഇവൻ നൈസായിട്ട് കടലിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാനപ്പോൾ വിളിച്ച് കയറ്റും. അങ്ങനെയൊക്കെ തന്നെ കുറേ നേരം അവർ മണ്ണിൽ തന്നെ ഇങ്ങനെ കളിച്ചൊക്കെ ഇരുന്ന്. നീ എന്താ ഓടി പോകുന്നത്? വെള്ളത്തിൽ ഇറങ്ങാനാ? ഒറ്റക്കൊന്നും പോണ്ട, നല്ല തിര വന്നുണ്ട്. തിര വന്നുണ്ട് കേട്ടാ. വാ ഇങ്ങോട്ട് പോരി. വേണ്ട വീക്കൂ, പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. ഇങ്ങോട്ട് വാ. അവൻ പോകുമൊന്നുമില്ല. ആ തിര വന്നാണെന്ന് ഇങ്ങോട്ട് ഓടിപ്പോരും. പക്ഷേ വലുത് വന്നാൽ അവന് പേടിയാണ്. അവൻ ഇങ്ങോട്ട് തന്നെ പോരും. വാ കുഞ്ഞ, വെയില് വന്നിണ്ട്. ഓ, കിട്ടിയ ഗ്യാപ്പിൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് എറിഞ്ഞോളൂ. അതാ കണ്ടാ, അവന് പേടിയാണ് ഒറ്റക്ക് അങ്ങനെയൊക്കെ പോവാൻ. എന്നാലും അവൻ വെറുതെ ഒന്ന് നമ്മളെ പേടിപ്പിക്കാൻ പോയി ഇങ്ങനെ നിൽക്കും. അപ്പോൾ ലൈറ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞാനൊരു കാര്യം പറയാമെന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു 9 വർഷം മുന്നെയാണ് ഇവിടെ ലൈറ്റ് ഹൗസിൽ ആദ്യമായിട്ട് വന്നത്. ഞാൻ ആദ്യമായിട്ട് കയറിയ ലൈറ്റ് ഹൗസും ഇത് തന്നെയാണ്. ഞാൻ വേറെ ഒരു ലൈറ്റ് ഹൗസിലും പോയിട്ടില്ല ഇന്നേ വരെ. അപ്പോൾ അന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞങ്ങളുടെ ഒരു കസിൻ്റെ വീടുണ്ട്. അപ്പോൾ അവിടെ വന്നപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് കയറി ഇവിടെയൊക്കെ കണ്ടിട്ടൊക്കെയാണ് പോയത്. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ 9 വർഷം കഴിഞ്ഞ് 10 വർഷം ആവണം. ആ സമയത്താണ് പിന്നെയും ഇവിടെ വന്നത് ഇവരെയും കൊണ്ട്, പിള്ളേരെയൊക്കെ ആയിട്ട്. അന്ന് ഞങ്ങൾ വന്നപ്പോൾ അവിടെ മുകളിൽ ഇങ്ങനെ പേരൊക്കെ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അവർ പെയിൻ്റൊക്കെ ചെയ്തു തോന്നണ്. എന്നാലും പുതിയ ആൾക്കാർ പുതിയ പേരുകളും ഒക്കെ അവിടെ ഉണ്ട്. അടുത്തടുത്ത ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. അവിടെ കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ട് മറ്റേ തൂങ്ങാനുള്ള സാധനമില്ലേ, അവിടെ തൂങ്ങണ ഒരു സാധനമുണ്ട്. അപ്പോൾ ഇവർ അത് തൂങ്ങാനായിട്ട് പോയ നേരത്താണ് ഞാൻ ചുമ്മാ ഇരുന്നപ്പോൾ ഇങ്ങനെ സംസാരിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഓരോരുത്തരും ഓടി വരെയാണ് ഇങ്ങോട്ട്. വെയിലാണെങ്കിൽ കൂടി വന്നുണ്ട്. എനിക്ക് എത്ര നേരം ഇവിടെ ഇരിക്കാൻ പറ്റുമെന്നറിയില്ല. കാരണം ഇവിടെ ഒരു തണലും ഇല്ല. ഇതാണ്ടോ, ഒരു കുന്തമില്ലാത്തൊരു സ്ഥലം. നമ്മുടെ ചെറായിലാണെങ്കിൽ നിറച്ച് മരമൊക്കെ ഉള്ള ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ പോയിരുന്നാൽ നമുക്ക് ഇങ്ങനെ വെയിൽ അധികം ബാധിക്കൂല. പക്ഷെ ഇവിടെ ഭയങ്കര വെയിൽ. ഇവിടെ ഇത്ര സ്പേസേ ഉള്ളൂ നമ്മ ഇരിക്കണത്. പിന്നെ ഇനി അങ്ങോട്ടൊക്കെ പോകണം എന്ന് തോന്നണ്. മരമൊക്കെ ഉള്ള ഒരു സ്ഥലമൊക്കെ. നമ്മൾ വന്നെത്തിയത് മെയിൻ പുതുവൈപ്പിൻ എന്നൊക്കെ പറഞ്ഞ് എഴുതിയൊക്കെ വെച്ചേക്കണ ഒരു ഇതിലാണ് എത്തിയേക്കണത്. അതിൻ്റെ തൊട്ടിപ്പുറത്താണ് നമ്മുടെ ആർമിയുടെ എന്തൊക്കെയോ ഗ്യാസ് ഇങ്ങനത്തെ സംഭവമൊക്കെ വന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണ ഒരു ഇതൊക്കെ ഇല്ലേ, എന്തൊക്കെയോ ഉണ്ട് അവിടെ. അത് കാരണം അവിടെ പട്ടാളക്കാരൊക്കെ ഉണ്ടാവും. അവിടെ ഉണ്ട്. അതുകൊണ്ട് അവിടെ ഗാർഡ് എപ്പോഴും ഉണ്ടാവും. പുള്ളിയെടുത്ത് തോക്കൊക്കെ ഉണ്ടാവും. നമ്മളങ്ങടൊക്കെ ചെന്ന പുള്ളി വെടിവെച്ചു ഇടും. അങ്ങനെയാണ് ഇവിടെ. കടലാണെങ്കിലും കയറിക്കിടക്കണേണ്. കണ്ടോ, അതിവിടം വരെയും കയറിക്കിടക്കണേണ്. നല്ല തിരയുമുണ്ട്. പൊരിഞ്ഞ വെയിൽ, എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല. ആ വന്ന വരവ് കണ്ടപ്പോൾ എൻ്റെ നെഞ്ച് ശരിക്കും ഇടിച്ച്. കാരണം അവനിപ്പോൾ ഇടിച്ച് തെറിപ്പിക്കുന്ന വിചാരിച്ചത്. ഭാഗ്യത്തിന് അവനൊന്നും പറ്റിയില്ല. അവനത് കൂളായിട്ടെടുത്ത് അങ്ങോട്ട് പോയി. സാധാരണ ഒരു ഇടിയപ്പം നടക്കേണ്ടതാണ്. എന്തോ ഭാഗ്യത്തിന് രണ്ടുപേരും തമ്മിൽ ഇടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ കിടന്ന് ഇതുപോലെ തൂങ്ങലും ഓടലും ചാടലും മണ്ണ് വാരി എറിയലും. അവർക്ക് അവരുടേതായ ഒരു ലോകത്തെത്തിയ പോലെയാണ് അവർ രണ്ടുപേരും. ഞങ്ങളത് രണ്ടുപേരും അതും കണ്ട് ഇങ്ങനെ ഇരുന്നു. അവർ കളിക്കട്ടെ, അവർക്ക് റിലാക്സ് ആവുന്ന ഒരു ടൈമായിരിക്കുമല്ലോ ഇതൊക്കെ. അപ്പോൾ അവർ കളിക്കട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ ആണെങ്കിൽ നോക്കിയപ്പോൾ ഇങ്ങനെ ആരോ ഈ പട്ടിക്കുഞ്ഞിനെയൊക്കെ കിടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കൂട് പോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. അവിടെ ഉള്ള ഷീറ്റും അതും ഇതൊക്കെ വെച്ച്. അപ്പോൾ അവരത് കണ്ടപ്പോൾ പട്ടിക്കുഞ്ഞിനെയൊക്കെ എടുത്ത് കളിപ്പിക്കണമായിരുന്നു. ഈ പബണൂനാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ വെറുതെ വിടണ പരിപാടിയില്ല. പിന്നെ അതിനെടുത്ത് കളിപ്പിക്കണം, താലോലിക്കണം, ഫുഡൊക്കെ കൊടുക്കണം, വീട്ടിലോട്ട് കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു അടുത്ത ചോദ്യം. വീട്ടിൽ ഓൾറെഡി ഞങ്ങൾക്ക് പട്ടിയുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും കൂടി നോക്കാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ ഞങ്ങൾ റെൻ്റലാണ് താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട്
ഇവിടുത്തെ ഓണറിന് അങ്ങനെ ഇഷ്ടപ്പെടുകയൊന്നുമില്ല. നമ്മളിങ്ങനെ ഒരുപാട് പട്ടികളെയും അതും ഇതൊക്കെ വളർത്തുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ അതിനെടുക്കാനൊന്നും നിന്നില്ല. പക്ഷേ പോരുന്നതിന് മുമ്പ് അവർക്ക് വേണ്ട ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. അവരുടേതായ ഒരു ഇതിൽ ജീവിക്കണമല്ലോ. ബബ്ലുവിന് പിന്നെ ഇങ്ങനെ എന്തെങ്കിലും പട്ടീനെ പൂച്ചനെയൊക്കെ കണ്ടാൽ മതിയല്ലോ. പട്ടി, പൂച്ച, ആട്, കോഴി. കോഴീനെ ഒരാളെ പിടിക്കാൻ നോക്കിയത് അതങ്ങടെ ജറ്റു ഇട്ടൊരു പറക്കല് നീ എടുക്കണ്ടാടാ. കുറച്ച് വലുതായിട്ടുണ്ട്, അതാണ് നീ ഭയങ്കര അടിക്കാൻ. ഇത് നല്ല കടിയുണ്ടല്ലോ, അതിന് വിശക്കണ്ടാവും. എന്തെങ്കിലും കൊടുക്കതിന് വെള്ളമൊക്കെ മേടിച്ചു കൊടുക്കും. കൈ വിടണില്ലല്ലേ? ഓരോരോ വിലറായിട്ട് മാറി മാറി കടിച്ചുകൊണ്ടിരിക്കേ. വെല്ലറാ വരല്ലേ? എടാ നിന്റെ ഇതാണ് ചച്ചോട്ടെ, ഇതിന് ചച്ചു പേരിടലും കഴിഞ്ഞാ ഇവിടെ കുഞ്ഞു കടി അടിച്ചു വെച്ചേക്ക്. ആ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും കേട്ടോ. റെയിൻകോട്ടൊക്കെ ഇട്ടിരിക്കുകയാണ്. ഇവിടെ മഴ ഞങ്ങൾക്ക് പണി തോന്നും. എൻ്റെ തലവേദന മാറിക്കഴിഞ്ഞ പിന്നെയാണ് ഞാൻ ഒന്ന് കടലിലോട്ട് സത്യത്തിൽ ഇറങ്ങിയപ്പോൾ തന്നെ മഴ പെയ്യാൻ തുടങ്ങി. നല്ല കാറ്റ്, അടിപൊളി കാറ്റ്. മഴ ചെറുതായിട്ടുള്ളൂ, പക്ഷെ ഭയങ്കര കാറ്റ്. മഴ വരുന്നതോടെ ഞങ്ങൾ രണ്ടുപേരും റെയിൻകോട്ടേക്ക് കയറിപ്പോയി. അത് വരാനായിട്ട് അവർ കൂട്ടാക്കണ്ടായിരുന്നില്ല. അവർ ഓൾറെഡി നനഞ്ഞ് കുളിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ ഒരാൾ നോക്കി പുള്ളിക്ക് ചെയ്യാൻ പറ്റണ പരിപാടിയൊക്കെ അപ്പോൾ ആ സമയത്തുകൊണ്ട് അവിടെ ഇരുന്ന് ചെയ്യണുണ്ട്. ഇങ്ങനെയൊക്കെയാണ് പിള്ളേരും അത്രയും എനർജി ആവണത്. എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. പുള്ളിയുടെ ഒരു എനർജിയും ഇതൊക്കെയാണ് ഇവർക്ക് രണ്ടുപേർക്കും കിട്ടിയേക്കുന്നത്. ഓരോരുത്തർ അടങ്ങിയിരിക്കണ പരിപാടിയില്ല. രണ്ടുപേരും എവിടെയെങ്കിലുമൊക്കെ വലിഞ്ഞേറി നടക്കുന്ന ഒരു സ്വഭാവം, ഇതൊക്കെ അങ്ങനെയാണ്. ഞങ്ങളതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞാനും ബീക്കും കൂടി കടലിലിറങ്ങാനായിട്ട് വന്നു. കാരണം മഴ ഇപ്പോൾ ഒന്ന് മാറിയായിരുന്നു. അപ്പം ഞങ്ങൾ ഇറങ്ങി ഒന്ന് നനഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. ഇത്രയും ദൂരം വന്നതല്ലേ നമ്മൾ, അപ്പോൾ ഒന്ന് കടലിലിറങ്ങി കുളിക്കാണ്ട് എങ്ങനെയാണ് പോണത്. പിന്നെ അവിടെ ഇരുന്ന് ഞങ്ങൾ മണ്ണ് വാരി കളിക്കലും കുഴക്കലും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് ചെയ്തു. അപ്പോൾ അവിടെയൊക്കെ നിൽക്കണവർ ഞങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കണേ. ഇങ്ങനെ വരകണവർ അമ്മയും മക്കളെയും വേറെ അവരാരും കണ്ടിട്ടില്ല എന്നുള്ളൊരു മട്ടിന്. ഇതൊക്കെ അവരെന്ത് അടിപൊളിയായിട്ടാണ് ഇങ്ങനെ ഓരോന്നൊക്കെ അവിടെ പണിത് വെച്ചേക്കണേന്നാണ്. അങ്ങനെ മഴക്കുള്ള സ്കൂള് തുടങ്ങണ കണ്ടപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് പോകാമെന്നുള്ള ഇതിൽ നിൽക്കുമ്പോൾ പിന്നെയും എന്ത് ചെയ്യുക, ആ പട്ടിക്കുഞ്ഞിനെ പോയി എടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ അതാണെങ്കിൽ ഇങ്ങനെ നക്കിക്കൊടുക്കും. അതിൻ്റെ തള്ളപ്പട്ടീനാണെങ്കിൽ ഇതുവരെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിങ്ങനെ നക്കി അതിന് വിശക്കണുണ്ട്. അപ്പോൾ അതിങ്ങനെ നക്കിയും കടിച്ചും ഇതൊക്കെ ആക്കിയൊക്കെയാണ്. ബബ്ലുവിനാണെങ്കിൽ ഇതിനെ താഴ്ത്തി നിർത്തണമെന്നേ ഇല്ല. അപ്പോൾ അവളും അതിനെ എന്തോരം നേരം വേണമെങ്കിലും അവിടെ എടുത്തുകൊണ്ടിരിക്കാൻ റെഡിയാണെന്നുള്ള മട്ടിലാണ് അവിടെ നിൽക്കുന്നത്. പീക്കൊക്കെ ചോദിക്കുന്നുണ്ട്, അവനോട്ട് കൊടുക്കണില്ല. പീക്കുതേ വിറച്ച് തുടങ്ങി. അവൻ്റെ ചുണ്ട് ശ്രദ്ധിച്ചാലറിയാം, അവൻ ഗുടുഗുടുഗുടുന്ന് വിറക്കണുണ്ട്. അവന് തണുത്തിട്ട് വെള്ളം, കാരണം ഞങ്ങൾ ഇത്രയും നേരം വെള്ളത്തിൽ നല്ലപോലെ തിമിർത്തിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നേക്കണത്. അപ്പം ഞാൻ പോവാനുള്ള റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും. കണ്ടില്ലേ, ആകാശമൊക്കെ നല്ലപോലെ മഴ പെയ്യാനുള്ള കോളായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വേഗം പോകാമെന്നുള്ള മട്ടിൽ നിൽക്കുന്നതിന് കുറേ നേരം ഞങ്ങൾ വെള്ളത്തിൽ തന്നെ ഇരുന്ന് വെള്ളത്തിൽ കളിച്ച് ഞങ്ങൾ തിമിർത്ത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇതുപോലെ ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ ഇത്രയും ഫോഴ്സിൽ വെള്ളം അടിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ ഭയങ്കര തിര, ഭയങ്കര സ്പീഡിലാണ് വന്നത്. അത് നമ്മളെ അടിച്ച് തെറിപ്പിച്ചിട്ട് പോണ പോലെ പോണത്. നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ ആകെ നന്നെ വിളിച്ചു. എൻ്റെ സത്യം പറഞ്ഞ് ഇവിടം വരെ നന്നിട്ടുണ്ട്. അത്രയും നനഞ്ഞ് ഞാൻ ഇരുന്നും കിടന്നും ഒക്കെ കുളിച്ച് കുറച്ചേ ഇറങ്ങിയിട്ടുള്ളൂ. പക്ഷെ ഭയങ്കരമായിട്ട് തിര വന്നുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് നല്ല
രസമുണ്ടായിരുന്നു. പീക്കൂനാണെങ്കിൽ കയറാൻ തോന്നൂല, അവൻ എപ്പോഴും അങ്ങനെ തന്നെയാണ്. മഴയൊക്കെ കൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന്, തള്ളപ്പട്ടിയാണെങ്കിലും അവശതയാണ്, അതിന് ഫുഡൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അത് നിങ്ങളെ ഫീഡ് ചെയ്യണേല്ലേ. 2 പട്ടിക്കുഞ്ഞുണ്ട്. ഈ വേറെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അതൊന്നറിയില്ല. അത് രണ്ടുണ്ട്. രണ്ടും നല്ല തക്കുട് കൂട്ട കുട്ടികൾ, നല്ല രസമുണ്ട്. അപ്പം ഞങ്ങളിതേ വീട്ടിലോട്ട് പോകാൻ പോണേണ്. അപ്പം ചേട്ടനൊക്കെ വരാൻ വെയിറ്റ് ചെയ്തിരിക്കണേ. അവർ കടയിൽ പോയിക്കണേ എന്തോ മേടിക്കാനായിട്ട്. ഇവിടെ അടുത്ത് കടയൊന്നുമില്ല, വേറെ എങ്ങോ പോകണമെന്ന് തോന്നണം. അപ്പം പുള്ളി അന്വേഷിച്ച് പോയേക്കണേ എന്തെങ്കിലും കിട്ടുമോയെന്ന് അറിയാനായിട്ട്. പോയിട്ട് വരട്ടെ, നോക്കാം നമുക്ക് എന്താണെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോഴത്തേനും അതിൻ്റെ തള്ളപ്പട്ടി വന്ന് അതുങ്ങൾക്ക് പാല് കൊടുക്കുകയാണ് കേട്ടോ. അതിനെ കണ്ടിട്ട് നോക്കി അത് ഭയങ്കര ക്ഷീണിച്ചിരിക്കുകയാണ്. എല്ലാവരും കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷേ ഈ തള്ളപ്പട്ടി നല്ല ക്ഷീണത്തിലാണ്. ഉപ്പിലിട്ട മാങ്ങയും ഇതൊക്കെ തിന്നണം എന്നുള്ളത് നിർബന്ധം അല്ലേ? വേണം. ഞാൻ വീട്ടിൽ പോണ വഴിക്ക് നല്ല കുളി. നല്ല പുളി. പൈനാപ്പിൾ ഉണ്ട്, പൈനാപ്പിളും കൂടി. അങ്ങനെ ഞങ്ങൾ പൈനാപ്പിളും മാങ്ങയും അങ്ങനെ ഇതൊക്കെ കഴിച്ച് കൂട്ടത്തിൽ പട്ടികൾക്ക് ബിസ്ക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ബിസ്ക്കറ്റും വേറെ എന്തോ സാധനം കൂടി ഉണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തു. വേറെ ഒന്നും കിട്ടിയില്ല. ഉള്ളതുകൊണ്ട് നമ്മൾ ഇതാക്കി.